പക്ഷേ യുവാക്കൾക്കിടയിൽ ആവേശമായി മാറിത്തീർന്ന കോക്രോച്ച് ജനതാ പാർട്ടി അവർ ഡൽഹിയിൽ സമാധാനപൂർവ്വം ഒരു പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് ദീപ് ഇപ്പോൾ എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇത്രയും നാളും വിദേശത്തായിരുന്നു. ജൂൺ 6-ാം തീയതി ജന്തർ മന്ദിറിന് മുമ്പിൽ സമാധാനപൂർവ്വം നമുക്കൊരു പ്രതിഷേധം നടത്തണം, ഭരണഘടന അനുസരിച്ചിട്ടുള്ള രീതിയിൽ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റുമായി ബന്ധപ്പെട്ടിട്ട്, ചോദ്യപേപ്പർ ലീക്കുമൊക്കെയായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ക്രമക്കേടിന് ഉത്തരവാദി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാനാണ്. അദ്ദേഹം രാജിവെക്കണമെന്നുള്ള ആവശ്യം മുമ്പോട്ട് വെച്ചുകൊണ്ട് ഒരു സമാധാന പ്രതിഷേധം നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വീണ്ടും കോക്രോച്ച് ജനതാ പാർട്ടി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വലിയ ചർച്ചകളിലേക്ക് മാറിത്തീരുകയാണ്. ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഭരണകൂടത്തിന് ഒരിക്കലും നിരാകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. യഥാർത്ഥത്തിൽ അവർ രാജ്യസ്നേഹികളാണ്, രാഷ്ട്രസ്നേഹികളാണെങ്കിൽ. മാഷും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? പൊതുവെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി രൂപപ്പെട്ട് അതിനെ വലിയ തോതിൽ അംഗീകാരം കിട്ടുന്നു എന്ന് തോന്നൽ. കാരണം വെച്ചാൽ ഫോളോവേഴ്സിൻ്റെ എണ്ണമാണ്. അത് കോൺഗ്രസിനെയും ബി ജെ പിയെയും ആർ എസ് എസിനെയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അത്രയും ഫോളോവേഴ്സ് എങ്ങനെ പെട്ടെന്നുണ്ടായി? അപ്പം അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എന്തെങ്കിലും ശക്തി തീർച്ചയായിട്ടും ഇന്ത്യക്കകത്തുണ്ട് എന്ന് കരുതപ്പെടുന്നുണ്ട്. ചിലരത് ആർ എസ് എസിൽ തന്നെ ഒരു പോസിറ്റീവ് സെക്ഷൻ അതിനെ സഹായിക്കുന്നു എന്ന് കണക്കാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ബി ജെ പിയുടെ ഭരണത്തിൽ അഴിമതി എന്ന് പറയുന്നത് നുഴഞ്ഞു കയറുന്നു എന്ന് ആർ എസ് എസിന് തോന്നുന്നതിൻ്റെ പേരിൽ ആർ എസ് എസ് അതിനെ വെട്ടാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ആർ എസ് എസിന് ഒരു കാരണവശാലും അഴിമതിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. കാരണം ആർ എസ് എസിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അവരുടെ പൊളിറ്റിക്കൽ അജണ്ട സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനെ മെറ്റീരിയലൈസ് ചെയ്യുന്ന ബി ജെ പിയുടെ ചില സംവിധാനങ്ങളുമൊക്കെ അഴിമതിയിൽ മുങ്ങുന്നു എന്നവർ ഞെട്ടലോടുകൂടി നോക്കുകയാണ് ചെയ്യുന്നത്. കാരണം നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് ഇന്ത്യയിൽ MBBS വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കുന്നതിനുള്ള ബേസിക് പരീക്ഷയാണ്. അതിൽ കിട്ടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം കിട്ടുക. അതല്ലാതെ ഇന്ന് ഇന്ത്യയിൽ ഒരു മെഡിക്കൽ കോളേജിലും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കാൻ വഴിയില്ല. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ ഈ മാനേജ്മെൻറ്റ് സിസ്റ്റം ശക്തമായി പ്രവർത്തിച്ചിരുന്ന സമയത്ത് മാനേജ്മെൻറ്റ് കോട്ട എന്ന് പറയുന്നത് ഒന്നുണ്ട്. അത് കൂടാതെ ഡീംഡ് യൂണിവേഴ്സിറ്റിയിലെ എല്ലാ സീറ്റും, ഇപ്പോൾ കേരളത്തിലാണെന്ന് വെച്ചാൽ അമൃത മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്ഥാപനം, അതിലെല്ലാ സീറ്റുകളും യഥാർത്ഥത്തിൽ മാനേജ്മെൻറ്റാണ് തീരുമാനിച്ച് കൊടുത്തിരുന്നത്. പരീക്ഷ ഒരെണ്ണം നടത്തും, ആ പരീക്ഷയിൽ പെൻസിൽ കൊണ്ട് മാത്രം മാർക്ക് ചെയ്താൽ മതി. കാരണം തെറ്റായിട്ടുള്ള ഉത്തരമാണ് കുട്ടി മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി കളഞ്ഞിട്ട് ശരിയായിട്ട് ഉത്തരം മാർക്ക് ചെയ്ത് ആ പേപ്പർ നോക്കി അതിന് മാർക്ക് കൊടുത്ത് അവർ റാങ്ക് ഉണ്ടാക്കി അങ്ങനെ അവർക്ക് അഡ്മിഷൻ കിട്ടുന്ന രീതിയാണ് തുടർന്നിരുന്നത്. എല്ലാ ഡീംഡ് യൂണിവേഴ്സിറ്റിയിലും അങ്ങനെയായിരുന്നു. അത് ഈ പുതിയ സംവിധാനം, അതും BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2016 ശേഷം ഉണ്ടായ വലിയ പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടാണ് അത് മാറിപ്പോയത്. അത് മാറിപ്പോയെന്ന് വെച്ചാൽ നേരത്തെ ഫുൾ മെറിറ്റ് ഉണ്ടായിരുന്നത് സർക്കാർ കോളേജുകളിൽ മാത്രമായിരുന്നു. ഈ നമ്മൾ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഫുൾ മെറിറ്റില്ല, 50% മെറിറ്റ്, ബാക്കി 50% എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് സീറ്റുമായിരുന്നു. ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു മെറിറ്റും ഇല്ല, അവർ തീരുമാനിക്കുന്ന കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കും. ഇതുവരെയാണ് പരീക്ഷകളൊക്കെ നടത്തിയിരുന്നത്. ഈ 3 സ്ഥലങ്ങളിലും നീറ്റ് പരീക്ഷ വന്നതിന് ശേഷം നീറ്റ് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് പ്രവേശനം കൊടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ പൈസ കൊടുത്ത് പ്രവേശനം എന്ന് പറയുന്ന അസാധ്യമായി തീർന്നു. ഏറ്റവും നല്ല മാർക്കുള്ള കുട്ടികൾ സർക്കാർ മെഡിക്കൽ കോളേജിൽ പഠിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്ന മാർക്കുള്ള കുട്ടികൾ സ്വാശ്രയ കോളേജിൽ പഠിക്കും. അത് കഴിഞ്ഞിട്ട് മാർക്കുള്ള കുട്ടികൾ ഡീംഡ് യൂണിവേഴ്സിറ്റി പഠിക്കും. എന്നുവെച്ചാൽ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് എന്ന് പറയുന്നത് ഏറ്റവും താഴെയുള്ള റാങ്ക് ഉള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന സ്ഥലം. അവിടുത്തെ ഫീസ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അവിടെ മറ്റ് 2 സംവിധാനങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം കുട്ടികൾ പഠിക്കാനായിട്ട് പോകുന്ന സ്ഥിതിയുണ്ട്. പക്ഷേ അവിടെയും പഠിക്കണമെങ്കിൽ നീറ്റ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ സെലക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ നീറ്റ് എന്ന് പറയുന്നതിൽ ഇതിൻ്റെ മുഴുവൻ ബേസിസായി മാറി. ആ പരീക്ഷയിൽ കയറി കൃത്രിമം നടത്തുക എന്നത് അടുത്ത ആലോചന. അങ്ങനെ 2-3 പ്രാവശ്യം ഇപ്പോൾ നീറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന വിഷയം ഇന്ത്യയിൽ ഉയർന്നു വന്നു. ഒരു പ്രാവശ്യം കഴിഞ്ഞു, 2 പ്രാവശ്യം വീണ്ടും വരുന്നു. ഇത്തവണ വ്യാപകമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്തു? അഴിമതി ഉണ്ടായി എന്ന് കണ്ടെത്തുകയും
പരീക്ഷ മൊത്തം ക്യാൻസൽ ചെയ്തു. അപ്പോൾ ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? ആരെങ്കിലും ഒരു ഉത്തരവാദി വേണമല്ലോ. ഈ പരീക്ഷ നടത്തുന്നതിൻ്റെ നടത്തിപ്പിൻ്റെ മുഖ്യ ചുമതല എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി. അതുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി ആഹ്വാനം ചെയ്തു ഇയാൾ രാജിവെക്കണം എന്ന്. ഇന്ത്യയിൽ ഒറ്റ രാഷ്ട്രീയ പാർട്ടി പോലും അത് പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇത് വെറുതെ അശ്രദ്ധമായിട്ട് കണ്ട് നിരീക്ഷിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയുണ്ടായി. അപ്പോഴാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ശബ്ദം വരുന്നത്. അത് ജനകീയ ശബ്ദമായി മാറി. അതുകൊണ്ടാണ് പെട്ടെന്ന് അതിന് വലിയ തരത്തിലുള്ള അംഗീകാരം ആളുകളുടെ ഇടയിൽ കിട്ടുകയും, അതായത് BJP-യെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു സറ്റാറിക്കൽ രീതിയിലുള്ള ഒരു ഇതാണ് അവർ. ആ സറ്റയറാണ്, പൊളിറ്റിക്കൽ സറ്റയറാണ് ശരിക്കും. പൊളിറ്റിക്കൽ സറ്റയർ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയെ കളിയാക്കുക, പരിഹസിക്കുക, എന്നിട്ട് കറക്റ്റ് ചെയ്യുക. കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷയാണ്. ആ കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷയിൽ അവർ സംസാരിക്കുന്നു, അവർ പരിഹസിക്കുന്നു. ഇത് ആർക്കും എതിർക്കാനൊന്നുമില്ല. എൻ്റെ പിന്നെ എന്തിനാണ് എതിർക്കുന്നത്? പക്ഷേ കോക്രോച്ച് ജനതാ പാർട്ടി പാകിസ്ഥാനാണ് ബാക്ക് ചെയ്യുന്നതാണ്. ഇവർ ഉന്നയിച്ച വിഷയമാണല്ലോ നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവിടെ രാജ്യസ്നേഹികൾ, ഞങ്ങൾ വലിയ രാഷ്ട്രസ്നേഹികളാണെന്നൊക്കെ പറയുന്ന ആളുകൾ പോലും ഇവർ ഉന്നയിച്ച കാര്യങ്ങളെ പരിഗണിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. ഈ രാജ്യത്തെ പ്രധാനപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് പക്ഷേ ഇവർ ചൂണ്ടിക്കാണിച്ചത്. അതെ, അത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സമീപനം എടുക്കുന്നതിന് പകരം അവനെ ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചാപ്പയടിക്കുക. പാകിസ്ഥാനി എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാവരും ഉടനെ തന്നെ എന്ത് ചെയ്യും? അവനെ കൊല്ലട എന്ന് പറയില്ലേ? അതാണുള്ള പരിപാടി. അത് പക്ഷേ ഇതിനകത്ത് അത്ര വിജയിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണ്? അവർ ഒരിക്കലും ആൻറ്റി നാഷണൽ അല്ല. അവർ ദേശവിരുദ്ധ ശക്തിയാണെന്ന് ചിത്രീകരിക്കുന്ന അതിൽ കഥയില്ല. അതിൻ്റെ നേതാവ് ശരിയാണ്, ഇന്ത്യയിലുണ്ടായിരുന്നില്ല, അയാൾ പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അയാൾ ഇന്ത്യക്കാരൻ. അങ്ങനെയുള്ള എത്രയോ ആളുകളാണ് ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള വിദേശ നാണ്യം തന്നെ ശേഖരിക്കുന്നത്. പ്രവാസികളാണ് നമുക്ക് പണം കൊണ്ടുവരുന്നത്. കേരളത്തിൻ്റെ സാമ്പത്തിക നട്ടല് പോലും പ്രവാസികളിൽ. അയാൾ വിദേശത്ത് ജോലി ചെയ്യുമെന്ന് പറഞ്ഞാൽ അയാൾ രാജ്യദ്രോഹിയാകും. അങ്ങനെ എല്ലാ പ്രവാസികളെയും രാജ്യദ്രോഹികളെ ഈ മുദ്രയടിക്കേണ്ടി വരില്ലേ? അതെത്രത്തോളം അർത്ഥശൂന്യം, അസംബന്ധവുമായിട്ടുള്ള തീരുമാനമാണ്. ആ തീരുമാനമാണ് ഇവിടെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസത്തെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ശക്തികളും ശ്രമിച്ചിട്ടുള്ളത്. അതങ്ങനെ മുന്നോട്ട് പോകാൻ, ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ആ എതിർപ്പിന് കഴിയില്ല എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം അദ്ദേഹം പറയുന്നു, ഞാൻ ജൂൺ 6 വരുന്നു, നമുക്ക് ജന്തർ മന്ദിറിൽ ഒരുമിച്ച് ചേരാൻ സമാധാനത്തോടുകൂടി, അല്ലേ? ഏറ്റവും സമാധാനപൂർവ്വമായിട്ടുള്ള പ്രതിഷേധം നടത്താം. ആ പ്രതിഷേധത്തിൽ ഒറ്റ മുദ്രാവാക്യം, അത് എന്താണ്? വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക. ഇതിലിപ്പം മാഷെ ആദ്യം ഒരു കാര്യം പറഞ്ഞു, ഇതിന് പിന്നിൽ ആരാണ് ഇതിനെ ബാക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോഴും അത് ഒരു പ്രധാനപ്പെട്ടുള്ള ചോദ്യമാണ്, നമുക്കറിയില്ല. ഇതിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ RSS പ്രചാര പ്രമുഖമായിട്ടുള്ള സുനിൽ അംബേദ്കറിനോട് മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, വി ആർ എൻ അവെയർ സൊസൈറ്റി ആൻഡ് വി ഫോളോ ദ ഡെമോക്രാറ്റിക് പ്രോസസ്. Within the democratic process, we have transparent election and open media, and now social media as well. Open forums takes place every day. So I believe that in a democracy, any kind of discussion and people expressing different opinion should not be taken as a shock. ഇത് സ്വാഭാവികമാണ്, ഇതൊരു പാർട്ട് ഓഫ് പ്രോസസ്സാണ്, ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗമാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്നാണ് ഇവർ പോലും പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതെ, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം BJP അഴിമതിക്കാർ നുഴഞ്ഞു കയറാൻ തുടങ്ങുന്നു എന്ന് RSS സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ജനാധിപത്യ പ്രക്രിയയാണ്, ആ ജനാധിപത്യ പ്രക്രിയയെ സഹായിക്കും എന്ന് പറയാം. കാരണം ഇറ്റ് ഈസ് എ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായ പ്രകടനമാണത്. അത് അഴിമതിക്കെതിരായിട്ടുള്ള അഭിപ്രായ പ്രകടനമാണ്. അഴിമതിക്കെതിരെ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ഉടനെ നിങ്ങൾ നീ പാകിസ്ഥാനിയല്ലേ എന്ന് ചോദിക്കുന്നത് ശരിയാണ്? അഴിമതി നടത്തിയിട്ടുണ്ടെന്നല്ലേ നോക്കേണ്ട ആവശ്യമുള്ളൂ. നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മിഡിൽ ക്ലാസിൻ്റെയും അപ്പർ ക്ലാസിൻ്റെയും വലിയ ഒരു ആസ്പിറേഷണൽ പ്ലേസാണ്. അതിലിങ്ങനെ വന്നാൽ എത്രമാത്രം പാടുപെട്ടാണ് കുട്ടികൾ ഇന്ന് പഠിക്കുന്നത് നമുക്കറിയാൻ പാടില്ലേ. രാജസ്ഥാൻ കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പഠിക്കാൻ കുട്ടികൾ ചേർന്നിട്ട് അവർക്ക് അമിതമായിട്ടുള്ള പ്രഷർ ഏൽക്കേണ്ടി വന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നില്ലേ? പല കുട്ടികളും ആത്മഹത്യ ചെയ്യും പഠിക്കാൻ. MBBS നീറ്റ് പരീക്ഷയ്ക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളാണ്. അവസാനം അവർ ആത്മഹത്യ ചെയ്ത വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. അത്രമാത്രം സമ്മർദ്ദത്തിന് വിധേയമായിട്ട് പഠിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്നതായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ജീവിതത്തിൻ്റെ മുന്നിൽ വലിയ ചോദ്യചിഹ്നവും
അവരുടെ ജീവിതത്തെ തുരക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഈ അഴിമതിയിലൂടെ യഥാർത്ഥം നടക്കുന്നത്. അതിനെ അംഗീകരിക്കാൻ ആരും തയ്യാറാവില്ല. RSS വളരെ ബോൾഡായിട്ട് ആ കാര്യത്തിൽ അങ്ങനത്തെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലായത്. പറഞ്ഞിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ വിവിധ ഭാവങ്ങളിൽ ഒന്നാണ്, വിവിധ എക്സ്പ്രഷനുകളിൽ ഒന്നാണ് ഈ കോക്രോച്ച് ജനതാ അതെ, പാർട്ടി. അതായത് RSS മുഴുവനായിട്ട് അതിനെ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നതല്ല അതിൻ്റെ അർത്ഥം. RSSൽ പലരും അത് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. മറ്റ് BJP ഇതര രാഷ്ട്രീയ പാർട്ടികളിലാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. BJPക്ക് അകത്തും ചിലപ്പോൾ സപ്പോർട്ട് ഉണ്ടാവും. BJP അകത്ത് സപ്പോർട്ടില്ല. പക്ഷേ BJPക്ക് അകത്ത് സപ്പോർട്ടില്ല. ഇത് കൃത്യമായിട്ട് ഇത് പാകിസ്ഥാൻ എന്നുള്ള രീതി തന്നെ. അത് അപ്പോൾ ശരിയാണ്. അത് ആ രീതിയിൽ പരിശോധിച്ച് എനിക്ക് തോന്നുന്നു അതിനകത്തുള്ള ശരിക്കും പറഞ്ഞാൽ റിവോൾട്ട് ചെയ്യുന്ന ഒരു സംഘം ഉണ്ടാവും. അവരാണ് അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവരെ മാനിഫെസ്റ്റോ നമ്മളൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ വെബ്സൈറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അംബാനിയും അദാനിയും കൺട്രോൾ ചെയ്യുന്ന മീഡിയ അതിൻ്റെ ലൈസൻസുകൾ റദ്ദ് ചെയ്ത് കളയണം എന്നുള്ളതാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്ര മാധ്യമങ്ങൾക്ക് അവസരം ഉണ്ടാകണം, അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് 50% സംവരണം നൽകും, ഡീലിമിറ്റേഷൻ, സീറ്റുകൾ വർദ്ധിപ്പിക്കാതെ തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കുറേ കഴിയുന്ന സമയത്ത് സമൂഹത്തിൽ ശക്തമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളായി മാറും. അതുതന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഊർജം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൊസൈറ്റി എന്താണ് ആഗ്രഹിക്കുന്നത് അതവരെന്ത് ചെയ്യുന്നു, മുന്നോട്ട് കൊണ്ടുവരുന്നു. സോ യു ഹാവ് ടു ഹെഡ് ഇറ്റ്.